പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിട്ട് CMA പറയാൻ പറ്റും. 3 മണിക്കൂർ ഞാൻ എന്തിനാണ് ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? എനിക്ക് ആ ടെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അക്കാഡമിക്കലി ഇത്തരം സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എന്താണ് മെന്ററിന്റെ ക്വാളിഫിക്കേഷൻ? നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. ആകെ പറ്റിയ ഫോൾട്ട് ആൾക്ക് ആ സമയത്തെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. Why should I choose Xylem for CMA USA? 390 മാർക്ക് വാങ്ങിയിട്ട് ആള് പാസ്സായി. ഹായ് ഓൾ, വെൽക്കം ടു മെന്റേഴ്സ് ടോക്ക്. Xylem പ്രൊവൈഡ് ചെയ്യുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാംസിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് അരുൺ തോമസ് ആണ്, മെന്റർ ഫോർ CMA USA. സോ അരുൺ, ഒരു അക്കാഡമിക് സപ്പോർട്ടറിന് അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു മെന്ററെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? സുധാമൂർത്തിയുടെ ഒരു സ്റ്റോറി ഉണ്ട് ഹൊറികളിലും. പണ്ട് കാലത്ത് ആളുകൾ ഭാരം ചുമന്നുകൊണ്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. ആ സമയത്ത് അവർ ക്ഷീണിതരാകും. അപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എനർജി റിസീവ് ചെയ്യാനുമുള്ള ഒരു ഇടമായിരുന്നു, ഒരു ഇരിപ്പിടമായിരുന്നു ഹൊറികളിലും. ഇതേ റോളാണ് മെന്റർക്ക് വരുന്നത്. ഈ പ്രൊഫഷണൽ കോഴ്സ് ജേണിയിൽ ഒരു കുട്ടി പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യും, അവർ ടയേർഡ് ആവും. അപ്പോൾ ആ സമയത്ത് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് എനർജി റിസീവ് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും പറ്റുന്ന ഒരു സ്പേസ് ആണ് മെന്റർ. എന്താണ് ഈ ഒബ്സ്റ്റക്കിൾസ് അരുൺ മെൻഷൻ ചെയ്തത്? അക്കാഡമിക്സിൽ കുട്ടി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. പ്രധാനമായിട്ടും നമ്മൾ ഈ പഠിക്കുന്ന കണ്ടന്റിനോട് ചിലപ്പോൾ അവർക്ക് ചില കണ്ടന്റ് മനസ്സിലാവാതിരിക്കാം, ചില കണ്ടന്റ് ഈസി ആയിട്ട് മനസ്സിലാകുമായിരിക്കാം. ഈ മനസ്സിലാവാത്ത കണ്ടന്റുകൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഓൾറെഡി കോഴ്സ് പഠിച്ച ഈ ഒരു വ്യക്തി ഇവർക്ക് അവിടെ ഉണ്ട്. ഈ അക്കാഡമിക്സിനപ്പുറം നമ്മൾ പറയുന്നത് മറ്റ് ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഒബ്സ്റ്റക്കിൾസ് സെൽഫ് ഡൗട്ട് ആണ്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ട് നിൽക്കുക, എക്സാമിനോട് അടുപ്പിച്ച് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുട്ടിക്ക് കൃത്യമായി മെന്ററെ അപ്രോച്ച് ചെയ്യാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ സ്വീകരിച്ച് മുൻപോട്ട് പോകാനും സാധിക്കും. അരുണിന് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? സ്റ്റുഡൻസ് സീക്ക് ചെയ്ത് വന്നിട്ടുണ്ടോ? യെസ്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ഒരു CMA USA കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരിട്ടൊരു പ്രശ്നം സെൽഫ് ഡൗട്ട് ആയിരുന്നു. കാരണം ക്ലാസ്സിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ പ്രോബ്ലംസും അല്ലെങ്കിൽ എല്ലാ കണ്ടന്റും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കോഴ്സാണോ, ഞാനത് ക്രാക്ക് ചെയ്യുമോ? ഓൾറെഡി സെൽഫ് ഡൗട്ട് ഫേസ് ചെയ്ത് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ലാസ്റ്റ് വിൻഡോയിൽ അയാൾ എക്സാം എഴുതുന്നതിന് മുന്നേ നല്ലോണം പഠിക്കുന്ന നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് അയാൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, ആൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആണ്. ആള് സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്തിട്ടാണ് അയാൾ ഈ കോഴ്സിലോട്ട് വന്നത്. രണ്ടാമത്തെ കാര്യം, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് എക്സാമിനോട് അടുപ്പിച്ച് അയാൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയി. എക്സാമിന്റെ തലേ ദിവസം ആൾ വിളിക്കുകയാണ്. തൊട്ട് പിറ്റേ ദിവസം 21-ാം തീയതി ആൾക്ക് എക്സാം ആണ്. 20-ാം തീയതി എന്നെ വിളിക്കുന്നു, എന്നോട് പറയുകയാണ്, ഞാൻ എക്സാം എഴുതുന്നില്ല, എനിക്കിത് എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തിനാ ഞാൻ എൻ്റെ സമയം കളയുന്നത്, അല്ലെങ്കിൽ 3 മണിക്കൂർ ഞാൻ എന്തിനാ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നത്, എനിക്ക് ആ ടെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പൈസയല്ലേ, അത് പൊക്കോട്ടെ. ആ ഒരു ചിന്തയിലോട്ട് കുട്ടി വന്നു. പിന്നീട് നമ്മൾ നടത്തിയ ഒരു ലോങ് കോൺവെർസേഷൻ ആണ് കുട്ടി എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സാമിനോട് റെഡിയാക്കിയത്. അവിടെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. ആകെ പറ്റിയ ഫോൾട്ട് ആൾക്ക് ആ സമയത്തെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. കൃത്യസമയത്ത് എനിക്ക് ഇടപെടാൻ വേണ്ടി പറ്റി. ആള് പാസ്സായി. 390 മാർക്ക് വാങ്ങിയിട്ട് ആള് പാസ്സായി. ഒരു ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ ഒരു ഫാക്കൾട്ടിക്ക്, ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഒരു ഫാക്കൾട്ടിക്ക് ചിലപ്പോൾ ഇൻഡിവിജ്വലി കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ സാധിക്കില്ല. അവിടെ മെന്ററിന്റെ റോൾ എന്താണ്? പ്രൊഫഷണൽ കോഴ്സിൽ എപ്പോഴും ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. സ്നിഗ്ധ പറഞ്ഞതുപോലെ ഫാക്കൽറ്റിക്ക് ഇൻഡിവിജ്വലി അവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു ഫാക്കൽറ്റി സ്റ്റുഡന്റ് ഗ്യാപ്പ് സംഭവിക്കും. അവിടെ ഒരു ഫാക്കൽറ്റി സ്റ്റുഡന്റ് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ശരിക്കും മെന്ററുടെ റോള് വരുന്നത്. ഈ ഫാക്കൽറ്റി സ്റ്റുഡന്റ് ഗ്യാപ്പ് നികത്തുക, അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുക്കുക, അവരെ മോണിറ്റർ ചെയ്യുക, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ സപ്പോർട്ട് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ സ്റ്റഡി പ്ലാനിന്റെ കാര്യത്തിലാണ്. എക്സാമിനോട് അടുപ്പിച്ച് ഇവർക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ പറയുന്നത്, എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്, അല്ലെ? എവരിവൺ ഈസ് യൂണിക്. എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി ആയിരിക്കും? അല്ല, എല്ലാവർക്കും അവരവരുടേതായ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇൻഡിവിജ്വലി ആണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ 50 ഡേയ്സ് ഉള്ള എക്സാമിനോട് 50 ദിവസം മുന്നേ ഉള്ള ഒരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരേ പാറ്റേൺ അല്ല പോകുന്നത്. ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ കൊടുക്കും. ആ സ്റ്റഡി പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യും, അസസ്മെന്റ് റിപ്പോർട്ടുകൾ എടുക്കും. ഇനി അവർക്ക് അതിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ
വരുത്തി വീണ്ടും മോഡിഫൈ ചെയ്ത് കൃത്യമായിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ എത്തിക്കും. മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് CMA USA എന്നുള്ള കോഴ്സിൽ മെന്ററിന്റെ റെലവൻസ് എന്താണ്? CMA USA മറ്റ് കോഴ്സുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ ടൈമിംഗ് ആണ്, ഷോർട്ട് ടൈമിംഗ് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈം സ്പാൻ എടുത്ത് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സിനെ നമുക്ക് ലോങ് ടേമിലോട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ലോങ് ടേമിലോട്ട് നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം കോഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് ആവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് പഠിക്കണം. അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിനനുസരിച്ച് നമ്മൾ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ട് നിന്നാൽ മാത്രമാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കേണ്ടത് ഓരോ കാൻഡിഡേറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വർഷമുള്ളൂ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യണം. ഇപ്പം മെൻറ്റർഷിപ്പിൻ്റെ റോള്, അല്ലെങ്കിൽ മെൻറ്ററുടെ റോള് വരുന്നത് ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൽ വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, പ്രസൻറ്റേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതൊക്കെ നമുക്കൊരു കമ്പനിയിലോട്ട് പോകുമ്പോൾ ആവശ്യമുണ്ട്. നിങ്ങളൊരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണോ? നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലേ? നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ടീം പ്ലെയർ അല്ലേ? നിങ്ങൾ ഒരിക്കലും ഇൻ്റർവ്യൂയുടെ സെക്കൻഡ് റൗണ്ട് ക്വാളിഫൈ ആവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യണം. കോഴ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ, നെസസറി ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. അവിടെയാണ് മറ്റ് കോഴ്സുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് മെൻറ്റർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അക്കാഡമിക്കലി ഇത്തരം സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എന്താണ് മെൻറ്ററിന്റെ ക്വാളിഫിക്കേഷൻ? ഓരോ പ്രൊഫഷണൽ കോഴ്സിനും അതാത് കോഴ്സുകൾ പഠിച്ച ആളുകളാണ് മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് പഠിച്ചാൽ മാത്രമല്ല, ക്വാളിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ സെമി ക്വാളിഫൈഡോ ആയിട്ടുള്ള ആളുകളാണ് മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു കോഴ്സ് പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു ജേണിയിലെ ഓരോ കാര്യങ്ങളും അവർക്കറിയാം, കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് അവർ ഫേസ് ചെയ്ത കാര്യങ്ങൾ. കുറച്ചും കൂടെ സ്റ്റുഡൻസ് ആയിട്ട് റിലേറ്റബിൾ. യെസ്, സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഹൈലി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്തവരാണ്, നമ്മൾ ഈ ഒരു അവസ്ഥകളൊക്കെ കണ്ടുവന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നേരിട്ട പ്രശ്നങ്ങൾ കണ്ടതാണ്, നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി വരുന്ന എന്തൊരു കൺഫ്യൂഷൻസോ കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും നമുക്കത് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആ ഒരു ലാഘവത്തോടെയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളും സ്റ്റുഡൻസും തമ്മിൽ വലിയധികം ഏജ് ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു വൈബിനനുസരിച്ച്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ക്യാമ്പസ് ലൈഫ് ഒക്കെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളായിരിക്കും. അപ്പം നമ്മളും അതേ മെന്റാലിറ്റിയിലാണ്, സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന് അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ നിൽക്കുന്നത് പോലെ അങ്ങനെ പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ല പ്രൊഫഷണൽ കോഴ്സ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ എന്താണോ ആഗ്രഹിക്കുന്നത്, അവർക്ക് എൻജോയ്മെന്റും വേണം, അതുപോലെ തന്നെ സ്റ്റഡീസും വേണം. അപ്പം ഇതിൽ ഇവരുടെ മെന്റാലിറ്റി ഏറ്റവും അധികം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെന്റർക്കാണ്. കാരണം മെന്ററും ഇതേ കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇതുപോലെ പഠിച്ചു വന്ന ആളായതുകൊണ്ട് തന്നെ ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ എവിടെയാണ് അവർക്കൊരു പ്രശ്നം വരുന്നത്. ഇപ്പം എൻജോയ്മെന്റ് അധികമാകുമ്പോൾ എന്ത് ചെയ്യും, മെന്റർക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും, എടാ ഇത് കൂടുതലാണ് കേട്ടോ, ഒന്ന് കുറയ്ക്കണം. കാരണം അക്കാഡമിക്സും നമ്മുടെ മാറ്ററാണ്. സോ കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അക്കാഡമിക്സിൽ മെന്റർക്ക് കൃത്യമായിട്ട് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ വരുന്ന മിസ്റ്റേക്സ് ടാക്കിൾ ചെയ്യാൻ, അതിൻ്റെ ടൈം കൺസ്യൂം ചെയ്യാൻ മെന്റർക്ക് സാധിക്കും. യെസ്, നേരത്തെ ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നമുക്ക് ഓരോ കുട്ടികളെ അറിയാം, അവർ ഏത് വിധത്തിൽ പോകുമെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമ്മളും അതുപോലെയൊക്കെ ആയിരുന്നിരിക്കാം. ചിലപ്പം ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ സമയത്ത് CMA USAയിലോട്ട് വരുമ്പോൾ പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി നമുക്കറിയാം, പല ആളുകളും വളരെയധികം കളിച്ച് നടന്ന് എൻജോയ് ചെയ്ത് ഈ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ ഒരു ട്രാക്കിലോട്ട് കയറാൻ പറ്റണമെന്നില്ല. സോ നമുക്കിത് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ വളരെ നല്ലൊരു ഡിഗ്രി ലൈഫ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ആ ഒരു ഡിഗ്രി ലൈഫ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രൊഫഷണൽ കോഴ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള എൻ്റെ കുട്ടികളെ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് വരുമ്പോൾ എനിക്കറിയാം ഇവരിതാ ഈ ഒരു വിധത്തിലാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? അപ്പം നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മൾ എന്താണ് അവിടെയുള്ള റിസ്ക്, അല്ലെങ്കിൽ എന്താണ് അവിടെ വരാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. കൃത്യമായിട്ട് അതിന് വേണ്ട മെഷേഴ്സ് സ്വീകരിക്കും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതൊരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി രീതിയിലും ആയിരിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു CMA USA സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഞാൻ എഡ്യൂ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് CMA USA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വൈ ഷുഡ് ഐ ചൂസ് സൈലം ഫോർ CMA USA? ശരിയാണ്. സ്നിഗ്ധ ഇപ്പോൾ ഒരു CMA USA പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് തന്നെ എടുക്കുന്നു, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവർ. അപ്പോൾ സിമ്പിളി ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ സ്നിഗ്ധയ്ക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചൂസ് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ട് പോലെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഒരു കോഴ്സിനപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ ലൈഫ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സൈലം എന്തായാലും ചൂസ് ചെയ്യണം. കാരണം ഇവിടെ ഒരു കോഴ്സ് പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ എങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കണം,
പ്രസൻറ്റേഷൻ എങ്ങനെ ബെറ്റർ ആക്കണം, എങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു ടീം പ്ലെയർ ആയിട്ട് എങ്ങനെ നിൽക്കണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പല സെഷൻസിലൂടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മളൊക്കെ CMA പഠിക്കുന്ന എന്തിനാ, കോഴ്സ് പഠിക്കുന്ന എന്തിനാ, വെറുതെ ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ടിരിക്കാനാണോ? അല്ലല്ലോ. നമുക്കൊരു കോർപ്പറേറ്റ് ലൈഫിലോട്ട് പോകണം, നമ്മൾ ലക്ഷ്യങ്ങൾ നേടണം, ആഗ്രഹങ്ങൾ നേടണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് വന്നത്. സോ അങ്ങനെ ആകുമ്പോൾ വെറുതെ ഒരു കോഴ്സ് മാത്രം പഠിക്കാണ്ട് ആ ഒരു കോഴ്സ് നമുക്ക് എവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോഴ്സ് പഠിക്കാൻ. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് സൈലത്തിലേ നിങ്ങൾക്കത് കിട്ടും. മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് CMA USA വളരെ ഷോർട്ട് ടേം ആയിട്ടാണ്, നമുക്ക് 2 പേപ്പറേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് CMA USA പറയാൻ പറ്റുമോ? അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 1 വർഷമുള്ളൂ, 2 പേപ്പറേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ റെഗുലർ ആയിട്ട് ഞാൻ പറയുന്നത് ഒരു 3 hour ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഡെയിലി 3 hour ഇരുന്ന് കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് 3 hour ഇരിക്കുമോ? അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 1 year കൊണ്ട് പാസ്സാവാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് നിങ്ങളുടെ ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജേണിയിലെ പ്രൈം ഫാക്ടറാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കത് പേഴ്സണലായിട്ട് നമ്മളെ അത് ഡെവലപ്പ് ചെയ്യണം, അക്കാഡമിക്കലി നമ്മളെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ഫാക്ടറാണ്. 3ാമത്തെ കാര്യം, നമുക്ക് ഇതിനോടുള്ള അപ്രോച്ച്. ഈ ഒരു CMA USA നമ്മൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സുകളും, അതുപോലെ തന്നെ കൺസെപ്റ്റുകളാണ് നമുക്ക് കൂടുതലും കേൾക്കേണ്ടത്. നമുക്ക് വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ട് പോയി എക്സാം എഴുതി പാസ്സാവാൻ പറ്റില്ല. അത് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റമാണ്. കാണാപ്പാഠം പഠിക്കുക, എക്സാം എഴുതുക, പാസ്സാവുക. 10 വരെ +2 വരെ ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അത് നടക്കില്ല. നിങ്ങൾ കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിനോടൊരു താല്പര്യം വേണ്ടേ? നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ലേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. താല്പര്യം ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ ചില ആളുകൾ, ഇപ്പം ചിലരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്നത് +2 വളരെ മാർക്ക് കുറഞ്ഞ ആളായിരിക്കും. ചിലപ്പം വീട്ടുകാരെ നിർബന്ധിച്ച് സയൻസ് വിട്ട ആളുകളായിരിക്കും. ഒരു സയൻസ് ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, സയൻസിന് വിട്ട ആളുകളായിരിക്കാം. അവർക്ക് ആ ഒരു കോഴ്സോ കൺസെപ്റ്റോ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ മാർക്ക് കുറഞ്ഞ് വന്നവരായിരിക്കാം. അപ്പോൾ ഈ വന്നയാൾ CMA USA വന്നു കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ അയാൾ ബ്രൈറ്റ് ആയിട്ട് അയാൾ പഠിക്കും. കാരണം അയാൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇതായിരുന്നു. ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്യും, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ ഡിസൈഡ് ചെയ്യും, എങ്ങനെയാണ് ഒരു കമ്പനി ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്, ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, പിന്നെ ഡിപ്രിസിയേഷൻ എന്താണ്, അത്തരത്തിലുള്ള, പിന്നെ ടാക്സിലെ കാര്യങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച്, പിന്നെ നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ആളാണെങ്കിൽ, നമ്മുടെ ഇഷ്ടവും ഒരു ഫാക്ടറാണ്. ഏതൊരു കാര്യവും നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിൽ നമുക്കൊരു റിസൾട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ 1 വർഷമേ ഉള്ളൂ, ഷോർട്ട് ടേം ആണ്. പക്ഷേ ഈ ഒരു ഫാക്ടറുകളൊക്കെ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും.